വെൽക്കം ബാക്ക് ടു 𝐒𝐨𝐭𝐴𝐿𝑎's Kitchen and Beyond. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പിന്റെ സമയമാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ ഇവിടെ നല്ല സ്നോ ആയിരുന്നു. അത് ഇപ്പോഴും അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ ബാക്ക്യാർഡിലൊക്കെ നല്ല സ്നോ ആണ്. അതെല്ലാം അതുപോലെ തന്നെ കിടക്കുകയാണ്. ഒന്നും ഉരുകി പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു സൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. നല്ല തണുപ്പുള്ളപ്പോൾ കുറച്ച് ചൂട് സൂപ്പ് ഇട്ടാൽ എങ്ങനെയിരിക്കും? നന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി പൊട്ടറ്റോ സൂപ്പാണ്. അത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ക്രീമി പൊട്ടറ്റോ സൂപ്പിന് ആദ്യം തന്നെ വേണ്ടത് ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനൊരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി വലുതായിട്ട് അരിയരുത്, ചെറിയ സൈസ് വേണം അരിയാനായിട്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു സൈസ് വേണം ഇത് അരിയാനായിട്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒനിയനാണ്. അപ്പോൾ ഞാനൊരു ഹാഫ് ഒനിയനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തതാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റെഡ് ഒനിയൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രോക്കളിയാണ്. അപ്പം ബ്രോക്കളിയുടെ ആ ഫ്ലവർ ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ തണ്ട് എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഷ്റൂമാണ്. ഞാനൊരു 3-4 മഷ്റൂം ഇതുപോലെ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ ഒനിയനാണ്. അതൊരു 3-4 തണ്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടർ കൂടെ വേണം. ഇവിടെ ഞാനിതൊരു 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ, ഇതൊരു 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഉപയോഗിച്ച് വേണം നമ്മുടെ സൂപ്പ് തിക്കൻ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ചിക്കൻ ബുള്ളിയോൻ, അതിപ്പം ഇതിൻ്റെ ചിക്കൻ്റെ സൂപ്പ് കട്ട ഉണ്ടല്ലോ, ആ ഒരു പീസ് നമുക്ക് വേണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് നമ്മൾ അതിൻ്റെ ടേസ്റ്റ്, നമ്മൾ കുരുമുളകൊക്കെ ഇടുമ്പോഴാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. അതിന് വേണ്ടിയാണ് കുരുമുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചിക്കൻ ബ്രോത്താണ്. ഇതിപ്പോൾ ഇതുപോലെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ പീസ് കുറേ നേരം തിളപ്പിച്ച് അതിൻ്റെ ആ സ്റ്റോക്ക് എടുത്താൽ മതി, അങ്ങനെ ഉപയോഗിച്ചാലും മതി. പിന്നെ വേണ്ടത് 1/2 അല്ലെങ്കിൽ നമ്മൾ പാലെടുത്താലും മതി. സാധാരണ റെഗുലർ മിൽക്ക് ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 2 കപ്പ് 1/2 ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെക്കാം. ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ, അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരുന്ന ബട്ടർ കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് വഴറ്റണം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒത്തിരി അങ്ങ് മൂത്തൊന്നും പോകണ്ട, ചെറുതായിട്ട് അതൊന്ന് വാടിയാൽ മതി. ഒത്തിരി അങ്ങ് വാടി അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറരുത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 1/2 ഇത് കുക്ക്ഡായിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം കൂടി നമുക്ക് വെച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ആ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബട്ടറും ഇതുമെല്ലാം ഓയിലും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോൾ 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറും. ആ സമയത്ത് നമുക്ക് ആ ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇപ്പം ഇത് ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ, ആ ചിക്കൻ ബ്രോത്ത് ഈ സമയത്ത്. അപ്പം ചിക്കൻ ബ്രോത്ത് ഒഴിക്കുമ്പോഴത്തേനും അത് മുഴുവൻ ഒന്നിച്ചൊഴിക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പം കുറച്ചുകൂടെ നമുക്ക് ചിക്കൻ ബ്രോത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ട് അത് അലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1/2 ചിക്കൻ ബ്രോത്ത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഞാൻ ആ മുഴുവൻ ചിക്കൻ ബ്രോത്തും ഇപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ഈ സമയത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ 1/2 ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ബുള്ളിയൻ ഉണ്ടല്ലോ, ആ ഒരു കട്ട അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിക്കാനായിട്ട് എടുത്ത് വെക്കാം. പൊട്ടറ്റോ ഒന്ന് വേകുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് സൊട്ടേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു.
അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഇത് മഷ്റൂമൊക്കെ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രോക്കോളി അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ബ്രോക്കോളി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ 1 മിനിറ്റ് അതൊന്ന് വഴറ്റിയാൽ മതി. ഒത്തിരി സമയമൊന്നും നമ്മൾ അത് വേവിക്കരുത്, കാരണം അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ, ഗ്രീൻ ഒനിയൻ, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകാൻ നമ്മളിത് എടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെച്ചേക്കാം, കോരിയെടുത്ത് വെച്ചേക്കാം. ഇതുകൊണ്ട് നല്ല ഗ്രീൻ കളറ് ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബേക്കൺ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പം കുറച്ച് പീസ് ഞാൻ ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇതൊരു പേപ്പർ ടവലിലേക്ക് ഇതുപോലെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്തോളും. ഇനി നമുക്ക് നോക്കിയാലോ നമ്മുടെ പൊട്ടറ്റോ എവിടം വരെ ആയെന്ന്. ഇത് ഓൾമോസ്റ്റ് നല്ല തിളച്ച് വെന്തിരിപ്പുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി നോക്കിയായിരുന്നു, കാരണം ഇത് അടിയിൽ പിടിക്കരുതല്ലോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടത് വെന്തിട്ടുണ്ട്, പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും പൊട്ടറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല തിക്കാണ് നമ്മുടെ സൂപ്പ്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൂപ്പിനകത്തൊക്കെ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇടുമ്പോഴത്തേനും അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു 1-2 നുള്ള് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീമി പൊട്ടറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം നല്ല പാകത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചേർത്ത ആ ചിക്കൻ ബ്രോത്തും ചിക്കൻ ബുള്ളിയനും ഒക്കെ നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. സൂപ്പിൻ്റെ കൂടെയൊക്കെ കുറച്ച് ബ്രെഡ് കഴിച്ചാൽ നന്നായിരിക്കുമല്ലോ അല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രഞ്ച് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ ബ്രെഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ബാക്കിൽ നിന്ന് കട്ട് ചെയ്താൽ അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമുക്കത് നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊരു 3-4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗാർലിക് ബട്ടർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാർലിക് ബട്ടർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബട്ടർ സോഫ്റ്റ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് ഗാർലിക് പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ തന്നെ നമ്മൾ ഗാർലിക് ബട്ടർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാനിനകത്തേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ബട്ടർ തേച്ച സൈഡ് ഉണ്ടല്ലോ, അത് അടിയിലാകത്തക്ക വിധം പാനിനകത്തേക്ക് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ മുകളിലേക്കും കുറച്ച് ബട്ടർ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് അങ്ങ് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മളിതൊന്ന് മറിച്ചിടണം. അപ്പോൾ അതിനുവേണ്ടി കണ്ടോ, ഇത് ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടെ മൂക്കത്തക്ക വിധത്തിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗാർലിക് ബ്രെഡൊക്കെ കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ സൂപ്പ് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല ക്രീമിയാണ് കേട്ടോ നമ്മുടെ പൊട്ടറ്റോ സൂപ്പ്. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ഞാൻ എടുത്ത് മാറ്റുകയാണ്. അതൊക്കെ നല്ല ചൂടോടെ, ഈ സൂപ്പൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അത് തണുത്ത് പോയാലും ഒരു രസമില്ല. അതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഒരു 2-3 സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കൺ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 2-3 ഗ്രീൻ ഒനിയൻ്റെ പീസസ് ഇതുപോലെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രീമി പൊട്ടറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഗാർലിക് ബ്രെഡൊക്കെ നല്ല ടോസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സ്പൂണിനകത്ത് ഇത് പതുക്കെ കുറച്ച് എടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ചൂട്, ആവി പോകുന്ന ചൂടാണ് കേട്ടോ. കണ്ടല്ലോ എല്ലാവരും. ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് ക്രീമി പൊട്ടറ്റോ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന്. തണുപ്പുള്ള സ്ഥലത്ത് തന്നെയല്ലോ കേട്ടോ, ചൂടുള്ള സ്ഥലത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.